നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. ഒരു കാലത്ത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത്. ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാളികളുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല. കലാഭവൻ ട്രൂപ്പിലായിരുന്നു എന്ന് മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിൽക്കാലത്ത് സിനിമയിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു. ദിലീപ് കമൽ സംവിധാനം ചെയ്ത എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ചലച്ചിത്ര അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചത്. സഹനടനായും കോമഡി വേഷങ്ങൾ ചെയ്തും വളർന്നു. പിന്നീട് താരചക്രവർത്തിയായി മാറി ദിലീപിന്റെ ജീവിതം അസൂയാവഹമായിരുന്നു ആരാധകർക്കും സഹപ്രവർത്തകർക്കും എല്ലാം. അതേസമയം തന്നെ കഥാപാത്രത്തിന് വേണ്ടി എന്ത് പരീക്ഷണത്തിനും തയ്യാറാവുന്ന ചുരുക്കം ചില അഭിനേതാക്കൾ മാത്രമേ മലയാളത്തിലുള്ളൂ. അവരിൽ ജനപ്രിയരായ 2 പേരാണ് ഉള്ളത്. അത് ദിലീപും മറ്റൊന്ന് ഉർവശിയുമാണ്. പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്ന് മാത്രമാണ് ഇരുവരും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കാറുള്ളൂ. ഇപ്പോഴിത് അഭിനേതാവ് എന്ന രീതിയിൽ ദിലീപിനോട് തനിക്ക് വ്യക്തിപരമായി അല്പം ഇഷ്ടം കൂടുതലുള്ളതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തുകയാണ് ഉർവശി. ഒരു ക്യാരക്ടറിനെയും സിമ്പതറ്റിക്കായി ദിലീപ് അവതരിപ്പിക്കാറില്ലെന്നും കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലാണ് അഭിനയിക്കാറുള്ളതെന്നും ഉർവശി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിനും ഗണേഷ് കുമാറിനുമൊപ്പം കാക്കത്തൊള്ളായിരം എന്നൊരു സിനിമയിൽ ഉർവശി അഭിനയിച്ചിരുന്നു. ബുദ്ധി വളർച്ച കുറഞ്ഞ പെൺകുട്ടിയുടെ റോളാണ് ഉർവശി അവതരിപ്പിച്ചത്. മുകേഷ് ആയിരുന്നു ഉർവശിയുടെ ചേട്ടനായി അഭിനയിച്ചത്. ഈ സിനിമയെക്കുറിച്ചും രേവതി എന്ന കഥാപാത്രത്തെക്കുറിച്ചും ചോദിച്ചപ്പോഴാണ് ഉർവശി ദിലീപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും സംസാരിച്ചത്. കാക്കത്തൊള്ളായിരം എന്ന സിനിമ ഓട്ടിസം ബാധിച്ച പെൺകുട്ടിയുടെ കഥയാണ്. അത് പെർഫോം ചെയ്തപ്പോൾ അതിന്റെ നല്ല വശമായി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്തരം കുട്ടികളുള്ള അമ്മമാർക്ക് വേദന തോന്നാത്ത വിധത്തിലാണ് ഞാൻ സിനിമ ചെയ്തത്. എനിക്ക് ദിലീപിനോടുള്ള പേഴ്സണൽ ഇഷ്ടവും അതാണ്. ഒരു ക്യാരക്ടറിനെയും സിമ്പതറ്റിക്കായി അയാൾ ചെയ്തിട്ടില്ല. കുഞ്ഞിക്കൂനൻ എന്ന കഥാപാത്രം ഏറ്റവും സുന്ദരനെന്ന് ഭാവിച്ചിട്ടുള്ളയാളാണ്. ചാന്തുപൊട്ടിലെ രാധയെയും വളരെ പോസിറ്റീവായിട്ടാണ് ദിലീപ് അവതരിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. മുച്ചുണ്ടുള്ള ഒരു കഥാപാത്രം സൗണ്ട് തോമയിലും ദിലീപ് ചെയ്തിരുന്നു. ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക എന്നത് മാത്രമാണ് എന്നും ഉർവശി പറഞ്ഞു. പച്ചക്കുതിര, ചാന്തുപൊട്ട്, കുഞ്ഞിക്കൂനൻ, സൗണ്ട് തോമ തുടങ്ങിയ സിനിമയിലെ കഥാപാത്രങ്ങൾ മറ്റൊരു നടനും ഈ റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റാത്ത തരത്തിലാണ് ദിലീപ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല സിനിമയിലൂടെയും റീമേക്ക് അവകാശം അന്യഭാഷയിൽ പലരും വാങ്ങിയിരുന്നു. പക്ഷേ ദിലീപിനെ പോലെ പെർഫെക്റ്റായി അവ ചെയ്യാൻ ഒരു നടനും കഴിഞ്ഞില്ല. പലർക്കും ഇത്തരം റോളുകൾ ഏറ്റെടുക്കാനും ചെയ്ത് ഫലിപ്പിക്കാനുമുള്ള ആത്മവിശ്വാസം കുറവുള്ളതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഉർവശിയുടെ നിരീക്ഷണം ശരിയാണെന്ന് സിനിമാ പ്രേമികളും കുറിച്ചു. കുഞ്ഞിക്കൂനൻ, ചാന്തുപൊട്ട് പോലുള്ള ക്യാരക്ടർ കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാലിന് പോലും ചെയ്യാൻ കഴിയില്ല. ദിലീപ് അനായാസമായും സ്വാഭാവികമായും അഭിനയിക്കും. അദ്ദേഹം ഒരു ഇതിഹാസ നടൻ തന്നെയാണ്. നാടകം, മിമിക്രി, സ്കൂൾ കലോത്സവം തുടങ്ങിയ സ്റ്റേജിൽ നിന്നാണ് കൂടുതൽ നല്ല നടീനടന്മാർ ഉണ്ടാകുന്നത്. മിമിക്രിയും ഒരു കഴിവാണ്. ദിലീപ് നല്ലൊരു നടനാണ്. അദ്ദേഹത്തിന് കോമഡിയും ഗൗരവമേറിയ വേഷങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും. ഏത് ഐറ്റവും ദിലീപിന്റെ കയ്യിൽ ഭദ്രം എന്നിങ്ങനെയാണ് കമന്റ് ബോക്സിൽ വന്ന പ്രതികരണങ്ങൾ. ഒരു സമയം വരെ കേരളത്തിൽ ഫാമിലിക്ക് ഏറെ പ്രിയപ്പെട്ട നടനായിരുന്നു ദിലീപ്. അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഒരു സമയത്ത് തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റിയത്. കേസും വിവാദങ്ങളുമാണ് പിന്നീട് ദിലീപിന്റെ കരിയറിലുണ്ടായ വീഴ്ചയ്ക്ക് ഒരു കാരണം. കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിൽ ദിലീപിനൊപ്പം നായികാവേഷം ചെയ്തത് ഉർവശിയായിരുന്നു. സിനിമ പ്രഖ്യാപിച്ച സമയത്ത് ഈ കോംബോ ബോറാകുമെന്നാണ് പ്രേക്ഷകർ കരുതിയത്. എന്നാൽ ദിലീപ് ഉർവശി ജോഡിയുടെ കെമിസ്ട്രിയാണ് സിനിമ ഏറ്റവും വലിയ ആകർഷണം. ദിലീപിന്റെ മേക്ക് ഓവർ അന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ദിലീപ് ചിത്രത്തിൽ അന്ന് നായികയായി എത്തിയത് ഉർവശിയാണ്. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകതയുള്ള കാര്യം. അതിന് പിന്നിലൊരു കഥയും ഉണ്ടെന്നതാണ് അത് വ്യത്യസ്തമാക്കുന്നത്. 1991 സംവിധായകൻ കമൽ ഒരുക്കിയ വിഷ്ണുലോകം എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു നടൻ ദിലീപിന്റെ സിനിമാ പ്രവേശനം. കമലിനോടൊപ്പം 9ഓളം സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ട്. 92 എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിൽ ചെറിയൊരു കഥാപാത്രം ചെയ്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. തുടർന്ന് 93 സൈന്യം എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഒരു വേഷം ലഭിച്ചു. 94 മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേഷം ലഭിച്ചതോടെ പിന്നീട് നിരവധി സിനിമകളിൽ ദിലീപിന് അവസരം ലഭിക്കുകയായിരുന്നു. ഇന്ന് കാണുന്ന ജനപ്രിയ നായകനുള്ള ദിലീപിന്റെ വളർച്ച ഇങ്ങനെയായിരുന്നു. അടുത്തിടെ ഒരു മനോരമ ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇത് വ്യക്തമാക്കിയിരുന്നത്. ലാലേട്ടൻ ഉർവശി ഒന്നിച്ച് അഭിനയിച്ച ചിത്രത്തിന് ക്ലാപ്പ് അടിച്ചാണ് താൻ സിനിമാ ജീവിതം തുടങ്ങിയതെന്നും അതിനാൽ തന്നെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്നിവർ തന്റെ 4 സീനിയേഴ്സാണ്. അവരോട് ചോദിച്ചാണ് പലതും താൻ ചെയ്തിട്ടുള്ളതെന്നും താരം വ്യക്തമാക്കുകയുണ്ടായി. വിഷ്ണുലോകം റിലീസായി 24 വർഷങ്ങൾ കഴിഞ്ഞ് ഉർവശി ആദ്യമായി ദിലീപിന്റെ നായികയായി അഭിനയിക്കുകയും ചെയ്തു. കേശി വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിൽ ഇരുവരുമാണ് നായകനും നായികയുമായി എത്തിയത്. ചിത്രം വലിയ രീതിയിൽ ചർച്ചാ വിഷയവുമായിരുന്നു. സിനിമാ ലോകത്ത് മാത്രമല്ല പേഴ്സണൽ ജീവിതത്തിലും ദിലീപും ഉർവശിയുടെയും ദിലീപിന്റെയും ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞപ്പോൾ
ദിലീപിന്റെ അച്ഛനായ ദിലീപിനൊപ്പമാണ് മീനാക്ഷി ദിലീപ് പോയത്. അതുപോലെ തന്നെ ഉർവശിയും മനോജ് കെ ജയനും പിരിഞ്ഞപ്പോൾ മനോജ് കെ ജയനൊപ്പമാണ് കുഞ്ഞാറ്റ പോയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അമ്മയും മകളും തമ്മിൽ ഒന്നിച്ചു. കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശനത്തിന് മുന്നോടിയായി മനോജ് കെ ജയൻ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് അടുത്തിടെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. സിനിമയിൽ അഭിനയിക്കും മുൻപ് അവരുടെ അമ്മയുടെ അനുഗ്രഹം തേടാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും ദക്ഷിണേന്ത്യയിലെ മികച്ച നടിയാണ് അവർ എന്നും മനോജ് കെ ജയൻ പറഞ്ഞത് അന്ന് വലിയ വാർത്തയായിരുന്നു. ഉർവശി അനുവദിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മകളെ സിനിമയിൽ അഭിനയിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മനോജ് കെ ജയൻ അന്ന് പറഞ്ഞത്. മനോജ് കെ ജയന്റെ ഈ വാക്കുകൾ അന്ന് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഈ സമയത്ത് മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനവും മകൾ മീനാക്ഷിയെക്കുറിച്ചുമെല്ലാം താരതമ്യം ചെയ്തുള്ള കമന്റുകളെല്ലാം തന്നെ എത്തിയിരുന്നു. മഞ്ജുവും ഉർവശിയും മകൾ കുഞ്ഞാറ്റയും ഒരുമിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് വൈറലായത്. മകളെ വളർത്തണമെങ്കിൽ ഉർവശി ചേച്ചിയെ പോലെ ആവണം, സ്വന്തം മകളെ വഴിയിൽ വലിച്ചെറിഞ്ഞു പോകില്ലെന്നായിരുന്നു മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തിയുള്ള ചിലരുടെ കമന്റുകൾ. എന്നാൽ ഇതിന് മറുപടിയുമായി മഞ്ജുവിന്റെ ആരാധകരും രംഗത്തെത്തിയിരുന്നു. 15 വയസ്സ് വരെ മഞ്ജു വാര്യർ തന്നെയായിരുന്നു മകളെ വളർത്തിയതെന്നും അച്ഛന്റെ തോന്നിവാസത്തിന് മകൾ കുട പിടിച്ച് പോയതിന് മഞ്ജു വാര്യർ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ആരാധകർ ചോദിച്ചിരുന്നു. മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യയായ മഞ്ജു വാര്യരെക്കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിച്ചിരുന്നു. ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് കമന്റുകൾ. ദിലീപ് കുടുംബത്തിന്റെ വിശേഷങ്ങളൊക്കെയും അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതേസമയം സിനിമാ ലോകത്ത് മാത്രമല്ല, ഇവരുടെ സ്വകാര്യ ജീവിതത്തിലും ഈ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളരെ വലുത് തന്നെയാണ്. ദിലീപും ഉർവശിയും മനോജ് കെ ജയനും എല്ലാമുള്ള ആ സൗഹൃദം ഇവരുടെ മക്കളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മീനാക്ഷി ദിലീപും കുഞ്ഞാറ്റയും വലിയ രീതിയിലുള്ള കൂട്ടുകാർ തന്നെയാണ്. മീനാക്ഷി ദിലീപ് ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം കറങ്ങാൻ പോയ സന്തോഷവും അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മീനാക്ഷി കുഞ്ഞാറ്റയുമായി മാത്രമല്ല, ജയറാമും പാർവതിയുടെ മകൾ മാളവികയുമായും അടുത്ത സൗഹൃദമാണുള്ളത്. ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാമുമായി ചെന്നൈയിൽ വെച്ച് മീനാക്ഷി ദിലീപിന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്നും കറങ്ങാൻ മീനാക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന കഥയും ഒപ്പം ഇരുവരും തമ്മിലുള്ള സൗഹൃദവും ഒക്കെ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുമായി മീനാക്ഷിക്കുള്ള അടുപ്പം പറയുന്ന ചിത്രം അന്ന് പുറത്തു വന്നിരുന്നത്. ഇവർ തമ്മിൽ ഇങ്ങനെ അടുപ്പം ഉണ്ടായിരുന്നോ എന്നാണ് ആരാധകരെല്ലാം ചോദിച്ചത്. കുഞ്ഞാറ്റ ഉർവശിയുമായി അടുത്ത പോലെ മീനാക്ഷി മഞ്ജുവുമായി അടുക്കാൻ വല്ല സാധ്യതയുണ്ടെന്നുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു.